ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ്: 2 സവാള സ്ലൈസ് ചെയ്ത് വെച്ചത്, ഒരു നുള്ളു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, പിന്നെ 2 പച്ചമുളക്, മീഡിയം സൈസ് തക്കാളി, ഒരു തണ്ട് വേപ്പില, പിന്നെ ആവശ്യത്തിന് കുടംപൊടിയും, പിന്നെ 2 സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉലുവ. ഞാനിവിടെ വെള്ളമീനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഉലുവ പൊട്ടിച്ചെടുത്തു. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് ആഡ് കൊടുക്കാം. നന്നായി തന്നെ മൂത്ത് വരുന്നുണ്ട്. നമുക്ക് സവാള സ്ലൈസ് ചെയ്ത് വെച്ചത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ല വെന്ത് വരട്ടെ. അപ്പോൾ അതിൽ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുടംപുളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചായിരുന്നു. അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരണം. അത്യാവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് എത്രയാണ് ഗ്രേവി വേണ്ടതെന്ന് അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. മൂടി വെച്ച് നമുക്ക് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ല തിള വന്നിട്ടുണ്ട്. കറി നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മീനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് മൂടി വെച്ച് 5 മുതൽ 8 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. കറിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് വേപ്പിലയും ഇട്ട് കൊടുക്കുക. വേപ്പില ഇട്ട് കൊടുത്തായിരുന്നു, ഞാനത് കട്ടായി പോയി. അപ്പോൾ നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.